ഹായ്, ഞാൻ ഷിഫ പറയാം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ചോദിക്കാറുള്ള കുറേ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ചെടി വളർത്തുന്നത്, ഗാർഡനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ ഗാർഡൻ ഇല്ല, ചെടികളില്ല. അപ്പോൾ എനിക്ക് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ചെടി അങ്ങനെയുള്ള കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കതിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറ്റുന്ന കണ്ടന്റ്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ പ്രാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. അവിടെ ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ MA ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം 2 വർഷമായി ഇവിടെ വന്നിട്ട് എൻ്റെ കോഴ്സ് കഴിയാറായി. അപ്പോൾ എൻ്റെ അപ്ലിക്കേഷനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തത് ഒറ്റയ്ക്കാണ്, ഏജൻസി വഴി ഒന്നുമല്ല. സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാനും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത്, ഏത് രാജ്യത്താണ് പോകേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ബേസിക് ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പോകണം, ഈ രാജ്യത്ത് നല്ലതായിരിക്കും, അങ്ങനെ ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തുടർന്നുള്ള റിസർച്ച് ചെയ്യുക. നമ്മൾക്ക് സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാവരും ബാക്കിയുള്ളവർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. പക്ഷേ നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. കാരണം ഇനിയും ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ വേറൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് അവിടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നല്ല റിസർച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് യൂസിന് ഇമെയിലുകൾ അയക്കുക. നമ്മളുടെ നാട്ടിൽ ഇമെയിൽ അത്ര, നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ ഇമെയിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ ഇമെയിൽ അയച്ചാലും പലതിനും റിപ്ലൈ വരാറുമില്ല. അടുത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. മിക്ക യൂണിവേഴ്സിറ്റികളിലും നല്ല കമ്മ്യൂണിക്കേഷനുള്ള നല്ല യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നൽകിയിട്ട് അവർ എന്തായാലും അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് തന്നിരിക്കും, ഇമെയിലിൽ റിപ്ലൈ ചെയ്തിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് നല്ല ഇമെയിൽ അയക്കാനും അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇമെയിൽ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ എറ്റിക്വേറ്റ്സ് അറിയുന്നുണ്ടായിരിക്കില്ല. അതായത് ഒരു ഇമെയിൽ അയക്കുമ്പോൾ അതിനൊരു സബ്ജക്റ്റ് വെച്ച് പിന്നെ ആദ്യം അവരെ ഒന്ന് വിഷ് ചെയ്ത് അങ്ങനെ കാര്യങ്ങളെല്ലാം ചുരുക്കി പ്രിസൈസ് ആയിട്ട് പറഞ്ഞ് അയക്കാൻ വേണ്ടിയിട്ട് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അല്ലാന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്യാം. ChatGPTയിൽ ഒക്കെ പെട്ടെന്ന് തന്നെ, കൂടുതൽ സമയവും പോകില്ല, നല്ല ഇമെയിലുകൾ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. സ്വന്തമായിട്ടുള്ള റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് പോകേണ്ടത്, ഇന്ന രാജ്യത്താണ് അതുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മളുടെ നാട്ടിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ്. പല യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അപ്ലിക്കേഷൻ, അവിടെ ഒരു അപ്ലിക്കേഷൻ ഒരു എസ്സേ എഴുതണം, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങൾക്കും യൂണിവേഴ്സിറ്റികളും അനുസരിച്ച് മാറിയിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കാര്യങ്ങളാണ്, അവർ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് കുറേ മുന്നേ തന്നെ തുടങ്ങുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇൻടേക്കുകൾ പല സമയത്തും പലതായിരിക്കും. ഇപ്പോൾ ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ സെമസ്റ്റർ തുടങ്ങുന്നത് ഒക്ടോബറിലാണ്. വിസ ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് അവർ ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങിയിരുന്നു. അതായത് ഒക്ടോബറിലുള്ള ക്ലാസ്സിന് ഫെബ്രുവരിയിൽ നമ്മൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ്. അങ്ങനെ നമ്മൾക്ക് മാർച്ച് ആകുമ്പോഴേക്ക് അതിൻ്റെ റിസൾട്ട് വരും. അങ്ങനെയാണ് എൻ്റെ കാര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ തയ്യാറെടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത്, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു മോട്ടിവേഷൻ ലെറ്റർ, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ. മോട്ടിവേഷൻ ലെറ്റർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ കൺവിൻസ് ചെയ്യണം. അതായത് നമ്മൾക്ക് അത്രയും കഴിവുണ്ടെന്നും, അതായത് നമ്മൾക്ക് അത്രയും ആഗ്രഹത്തോടെയാണ് നമ്മളവിടെ പോകുന്നത്. അതായത് നമ്മൾ ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു മുതൽക്കൂട്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ
എന്തിന് നമ്മൾ അവർ നമ്മളെ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൺവിൻസ് ചെയ്യുന്ന ഒരു നല്ലൊരു ലെറ്റർ ആയിരിക്കണം മോട്ടിവേഷൻ ലെറ്റർ. പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മളെ നേരത്തെ പഠിപ്പിച്ച നമ്മളുടെ ടീച്ചേഴ്സ് അവരെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നുള്ള ലെറ്റർ ആയിരിക്കണം. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ 2 ലെറ്ററാണ് വേണ്ടി വന്നിരുന്നത്. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, എന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മഹാരാജാസ് കോളേജിൽ എൻ്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ കൊണ്ട് എൻ്റെ ലെറ്റർ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാനും പിന്നെ ലെറ്റർ അയക്കാനും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നല്ല റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നല്ല കോമ്പറ്റേറ്റീവ് ആയിരിക്കും. അപ്പോൾ നല്ല ആപ്ലിക്കേഷൻ വെച്ചാലേ നമുക്ക് അവിടെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അക്സെപ്റ്റൻസ് ലെറ്റർ വന്നാൽ പിന്നെ നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് നേരിടുന്ന ഒരു പ്രോബ്ലമാണ് വിസ. നമുക്ക് എല്ലാ രാജ്യത്തേക്കും നമുക്ക് വിസ വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ചിലപ്പോൾ നമുക്ക് ഡൽഹിയിൽ പോകേണ്ടി വരും. അത് നമ്മളെ സ്ഥലത്തു നിന്ന് കുറേ ദൂരെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അതാണ്. പിന്നെ വിസയുടെ കാര്യം അതൊക്കെ പിന്നെ നമുക്ക് ഇത് കിട്ടിയതിന് ശേഷമാണ്. ഈ 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ കുറേ പൈസ ആവില്ലേ എന്നുള്ളതാണ്. നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അഫോർഡബിൾ ആണോ എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ് കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കുട്ടികൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ്. ശരിക്കും ഈ സ്റ്റഡിങ് അബ്രോഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഫുൾ സ്കോളർഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫുൾ സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് നോക്കാം. പക്ഷെ അതെല്ലാം തന്നെ ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും നമുക്കൊരു ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യൽ സ്കോളർഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന പോലെയുള്ള പല യൂണിവേഴ്സിറ്റികളും അങ്ങനെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നോക്കുക. അതിനെല്ലാം തന്നെ നമ്മൾ എലിജിബിൾ ആണോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഇൻ്റർനെറ്റിലൂടെ തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രോസസ്സ് ഞാൻ ഒരിക്കലും എളുപ്പമാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതാണെന്നോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾക്ക് ഒരുപാട് ചിലവ് വരും. ഇപ്പോൾ നമുക്ക് ഫുൾ സ്കോളർഷിപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മിഡിൽ ക്ലാസ് ഇന്ത്യൻ ഫാമിലിക്ക് താങ്ങാവുന്നതിലും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും സ്കോളർഷിപ്പുകളുള്ള കോഴ്സുകൾ ഇപ്പോൾ അപ്പോൾ നമ്മളുടെ CV-യിലൊക്കെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മളൊരു നല്ല ആപ്ലിക്കേഷൻ വെച്ച് നല്ലൊരു പ്രൊഫൈൽ ആദ്യം തന്നെ, ഇപ്പോൾ ഈ സ്കൂൾ സമയത്താണെങ്കിൽ തന്നെ നല്ല ഇൻറ്റേൺഷിപ്പുകൾ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പഠിത്തത്തിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണോ, പഠിക്കുക എന്നുള്ളതും A ഗ്രേഡ് കിട്ടുക എന്നുള്ളതും അല്ലേ ഇമ്പോർട്ടൻ്റ്, അങ്ങനെയുള്ള ഒരു ബോധക്കേട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ CV-യിൽ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചിലതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പിന്നെ എനിക്ക് ഈ ആപ്ലിക്കേഷൻ സമയത്താണ് മനസ്സിലായത്. കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് പല കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തിട്ടും പല കാര്യങ്ങളൊക്കെ അവർ നല്ല പ്രൊഫൈൽ ഓൾറെഡി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മളുടെ നാട്ടിൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്നില്ല. പക്ഷെ എന്തായാലും അതെല്ലാം കണ്ടെത്തി അവർ നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസയൊക്കെ ചിലവാക്കി വേറൊരു രാജ്യത്തേക്ക് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വരണോ, അതിലെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പല വീഡിയോക്കൊക്കെ താഴെയൊക്കെ കമൻറ്റ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോക്ക് താഴെ കാണാറുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മുഴുവനായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇങ്ങനെ ഒരു വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കയ്യിലാണ്. അങ്ങനെ ഒരു ബോധ്യം വരുമ്പോൾ നമ്മളുടെ പെർസ്പെക്റ്റീവ്സ് പലതും മാറും. അങ്ങനെയുള്ള പല മാറ്റങ്ങളും നമുക്ക് തോന്നും. നമ്മൾ അത്രയും ധൈര്യമുണ്ട് നമുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ എൻ്റെ
കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ലാംഗ്വേജിൻ്റെതാണ്. പല യൂണിവേഴ്സിറ്റികളും IELTS അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി അതിൽ എങ്ങനെയാണ് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പല യൂണിവേഴ്സിറ്റികളും ചോദിക്കാത്തതുണ്ട്. അപ്പോൾ അത് നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നിർബന്ധമാണോ എന്ന് വെച്ചാൽ അത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഇംഗ്ലീഷിന് വലിയ സ്ഥാനമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് പല EU രാജ്യങ്ങളിലും. ഇപ്പോൾ ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ, ഫ്രാൻസിൽ ഫ്രഞ്ച്, അങ്ങനെ അവരുടെ ഭാഷയ്ക്ക് അവർ അത്രയും പ്രാധാന്യം കൊടുത്ത് പിന്നെ ഇംഗ്ലീഷൊക്കെ പറയുന്നവർ വളരെ കുറവാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ IELTS വേണ്ടായിരുന്നു. കാനഡ, UK, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ IELTS വളരെ നിർബന്ധമായിട്ട് ഹൈ സ്കോർ ചോദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ EU രാജ്യങ്ങളിൽ അത്രയും അവരുടെ ഭാഷക്കാണ് പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ലാംഗ്വേജ് ഒരു വിഷയമാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചോദ്യങ്ങൾ വരും, കുറേ ഡൗട്ടുകൾ വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരം വേണം എന്നുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാം. വേറെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയതുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.